കഴിഞ്ഞുപോയ ദിവസം ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു സഹോദരനുമായി സംസാരിക്കുമ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ വലിയ ദാരിദ്ര്യമാണ്. ശരിയാണ്, കാരണം അപ്പച്ചൻ മരിച്ചുപോയി. അമ്മ ഒരു ചെറിയ ജോലിക്ക് പോകുന്നൊരു വീട്ടമ്മ, ഒരു സഹോദരനുണ്ട്. ഈ നോമ്പുകാലം നമ്മൾ ഒരിക്കൽ കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. നോമ്പുകാലത്ത് കൊച്ചു കൊച്ചു വിഭവങ്ങളൊക്കെ നമ്മളത് വേണ്ടെന്ന് വെക്കും. ഇതൊന്ന് കഴിയുമ്പോൾ നമ്മുടെ വീടുകളിൽ എന്നും വിരുന്നുകളാണ്, വിഭവങ്ങൾ കൊണ്ട് നിറയുന്ന ഡൈനിങ് ടേബിളുകളും. നമ്മുടെ മക്കളൊക്കെ എന്തുമാത്രം ഓപ്ഷൻ വയ്ക്കുന്നവരാണല്ലേ. വീട്ടിൽ ഇന്ന സാധനങ്ങൾ വെക്കുമ്പോൾ ഞാനത് കഴിക്കില്ല, എനിക്കിത് വേണ്ട എന്ന് മോനും മോളൊക്കെ പറയുമ്പോൾ ഒരുപാട് വിഭവങ്ങൾക്കിടയിൽ നിന്നാണ് അവർ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് വിഭവങ്ങളില്ലാതെ ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാത്തവർ നമ്മുടെ മക്കളെ പോലെ കൺവെട്ടത്തുണ്ടെന്ന് ഈ നോമ്പുകാലം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അവരെ കൂടി നമുക്ക് ഓർക്കാം. ഒരു നേരത്തെ ഭക്ഷണത്തിനും ഒരു നേരത്തെ മരുന്നിനും വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ മക്കളെ പോലെയുള്ള മക്കളും നമ്മുടെ മാതാപിതാക്കളെ പോലുള്ള മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഈ നോമ്പുകാലത്ത് ഒരു നേരത്തെയോ ഒരു ദിവസത്തെയോ ഭക്ഷണം കൊടുക്കുമ്പോൾ അവരുടെ മുമ്പിൽ വലിയ അനുഗ്രഹത്തിൻ്റെ വ്യക്തിത്വങ്ങളായി നമ്മൾ മാറുകയാണ്. വിശക്കുന്നവൻ്റെ മുമ്പിൽ വിരുന്നൊരുക്കുന്ന ദൈവമായി നമ്മളെ ദൈവമൊരുക്കുന്ന ഈ ദിവസം കണ്ണടയ്ക്കാതിരിക്കാം. മക്കൾക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന അപ്പനും അമ്മയും പോലെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മക്കളുടെ ജീവിതത്തിലേക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അവരുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും സംതൃപ്തമാക്കാൻ നമുക്ക് കഴിയട്ടെ. ദൈവം സമൃദ്ധമായി നമ്മളെയും നമ്മുടെ പരോപകാര പ്രവൃത്തികളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.